नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 69. ഭഗവാൻ കൃഷ്ണന്റെ നിത്യകർമ്മങ്ങൾ. പേജ് നമ്പർ 685. മഹർഷി നാരദൻ പറഞ്ഞു, പ്രിയപ്പെട്ട ഭഗവാനെ, സർവേശ്വരൻ സൃഷ്ടിച്ച പ്രപഞ്ച പ്രത്യക്ഷത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു. എന്നാൽ അങ്ങ് സർവവ്യാപിയായ സൃഷ്ടാവാണെന്ന് എനിക്കറിയാം. ഈ പ്രത്യേക പ്രപഞ്ചത്തിൻ്റെ അധീശനായ ബ്രഹ്മാവിനെ പോലുള്ള ശക്തന്മാർക്കു പോലും അളക്കാനാവാത്തത്ര വിശാലവും ഭാവനാതീതവുമാണ് അവിടുത്തെ ശക്തി. അവിടുത്തെ സങ്കല്പാതീതമായ ശക്തിയിലൂടെ അങ്ങ് പരമാത്മരൂപത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. അഗ്നി എല്ലാവരിലുമുണ്ടെങ്കിലും ആർക്കും അത് ദൃശ്യമല്ലാത്തതുപോലെ ബദ്ധജീവിതത്തിൽ ജീവാത്മാക്കളെല്ലാം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ അധികാര പരിധിയിലാണ്. അങ്ങനെയിരിക്കെ എല്ലായിടത്തും അങ്ങയുടെ സാന്നിധ്യം ദർശിക്കാൻ അവർക്ക് തങ്ങളുടെ ഭൗതിക നേത്രങ്ങൾ കൊണ്ടു സാധിക്കാതെ വരുന്നു. എന്നാൽ അവിടുത്തെ അനുഗ്രഹത്താൽ അവിടുത്തെ ഭാവാതീതമായ ശക്തിയുടെ പ്രവർത്തനം പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അതിനാൽ പാണ്ഡവരെക്കുറിച്ച് അങ്ങേക്കു അജ്ഞാതമല്ലാത്ത വാർത്തകൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. പ്രിയപ്പെട്ട ഭഗവാനെ, അവിടുത്തെ ഭാവനാതീതമായ ശക്തികൾ കൊണ്ട് അവിടുന്ന് ഈ പ്രപഞ്ച പ്രത്യക്ഷത്തെ സൃഷ്ടിക്കുന്നു, അതിനെ നിലനിർത്തുന്നു, വീണ്ടും സംഹരിക്കുന്നു. ആധ്യാത്മിക ലോകത്തിൻ്റെ ഛായ മാത്രമായ ചിത്രീകരണമാണെങ്കിൽ പോലും ഈ ലോകം യഥാർത്ഥമായി തോന്നുന്നത് അവിടുത്തെ സങ്കല്പാതീതമായ ശക്തിപ്രഭാവം കൊണ്ടു മാത്രമാണ്. ഭാവിയിൽ അങ്ങ് എന്താണു ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. അവിടുത്തെ അതീന്ദ്രിയമായ സ്ഥാനം എന്താണെന്നതു ഊഹാതീതമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും അങ്ങേക്ക് എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുക മാത്രമാണ് കർത്തവ്യം. ശാരീരിക സങ്കല്പത്തിലുള്ള ജ്ഞാനത്തിൽ എല്ലാവരും ഭൗതികാഭിലാഷങ്ങളാൽ നീതരാണ്. ജനന മരണങ്ങളുടെ പുനരാവൃത്തിയിൽ ഒന്നിനു പിറകെ ഒന്നായി പുതിയ ശരീരങ്ങൾ എല്ലാവരും ആവിഷ്കരിക്കുന്നു. ഇത്തരമൊരു അസ്തിത്വ സങ്കല്പത്തിൽ മുഴുകിയിരിക്കുന്നതിനാൽ ഭൗതിക ശരീരത്തിൻ്റെ ഈ പഞ്ചരത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാൻ വയ്യാതെ പോകുന്നു. ഭഗവാനെ,
അവിടുത്തെ അഹേതുകമായ കാരുണ്യം മൂലം പ്രബോധനാത്മകവും മഹിമാനപൂർണവുമായ അങ്ങയുടെ വിവിധങ്ങളായ അതീന്ദ്രിയ ലീലകൾ പ്രദർശിപ്പിക്കാനായി അവിടുന്ന് അവതരിക്കുന്നു. അതിനാൽ അവിടേക്കു സാദര പ്രണാമങ്ങൾ അർപ്പിക്കുകയല്ലാതെ എനിക്കു മറ്റു പോംവഴിയൊന്നുമില്ല. പ്രിയപ്പെട്ട ഭഗവാനെ, അവിടുന്ന് സർവശ്രേഷ്ഠമായ പരബ്രഹ്മമാണ്. വേദിയിൽ അവതരിക്കപ്പെടുന്ന നാടകത്തിലെ നടൻ സ്വന്തം വ്യക്തിത്വത്തിൽ നിന്നു വിഭിന്നമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പോലെ സാധാരണ മനുഷ്യരൂപത്തിലുള്ള അങ്ങയുടെ ലീലകൾ തികച്ചും തന്ത്രപരമായ പ്രാഗൽഭ്യമാണ്. അങ്ങയുടെ ജ്ഞാനികളായ പാണ്ഡവരെക്കുറിച്ച് അവരുടെ അഭ്യുദയകാംക്ഷി എന്ന നിലയിൽ അങ്ങ് എന്നോട് ചോദിച്ചു. അതിനാൽ അവരുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചു ഞാൻ അറിയിക്കാം. ദയവായി കേട്ടാലും. ഉപരിലോകമായ ബ്രഹ്മലോകത്തു ലഭിക്കാവുന്ന സർവ്വ ഐശ്വര്യങ്ങളും രാജാ യുധിഷ്ഠിരനു സ്വായത്തമാണെന്ന് ആദ്യം തന്നെ അറിയിച്ചു കൊള്ളട്ടെ. അദ്ദേഹത്തിനാഗ്രഹിക്കാവുന്ന ഒരു ഭൗതിക സമൃദ്ധിയും ഇനിയില്ല. എന്നിരുന്നാലും അങ്ങയുടെ സമ്പർക്കം ലഭിക്കാനും അങ്ങയെ സന്തോഷിപ്പിക്കാനും വേണ്ടി രാജസൂയ യാഗം നടത്തണമെന്ന് അദ്ദേഹം ഇച്ഛിക്കുന്നു. ഹരേ കൃഷ്ണ.